എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. റിവ്യൂ എൻകൗണ്ടറിന്റെ എല്ലാ സിനിമ പ്രേക്ഷകർക്കും ഈസ്റ്റർ ദിനാശംസകൾ നേരുന്നു. വിഷു ഈദ് പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ വിവിധ സിനിമകളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരോട് പറയുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. ആദ്യത്തെ സിനിമ ഡീനോ ഡെന്നിസിന്റെ സംവിധാനത്തിൽ നമ്മുടെ മെഗാസ്റ്റാറിന്റെ നായകനാക്കി മെഗാസ്റ്റാറിന്റെ ഈ വർഷത്തെ രണ്ടാമത്തെ സിനിമ കൂടിയാണല്ലോ ബസൂക്ക. ഒരു എക്സ്പെരിമെന്റൽ ഗെയിം ത്രില്ലർ ജോണർ വിഭാഗത്തിൽ പെടുന്ന ബസൂക്ക എന്ന സിനിമ നിലവിൽ 10 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിട്ടിരിക്കുകയാണ്. 10ാം ദിവസമായി ഇന്നലെ ശനിയാഴ്ച ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 20 ലക്ഷം രൂപ മാത്രമാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇതോടെ ചിത്രത്തിന്റെ ആകെ 10 ദിവസത്തെ കേരള ഗ്രോസ് കളക്ഷൻ 12 കോടി 50 ലക്ഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതോടൊപ്പം ചിത്രത്തിന്റെ കേരള ഷെയർ കളക്ഷൻ 5 കോടിയും കടന്നിരിക്കുകയാണ്. ചിത്രത്തിന്റെ 10 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് സംബന്ധമായ അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ 10ാം ദിവസമായി ഇന്നലെ മാത്രം ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 1 കോടിയോളം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇതോടെ ചിത്രം ആദ്യ 10 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 26 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ചിത്രത്തിന്റെ കളക്ഷൻ ദിനം പ്രതി വളരെയധികം കുറയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ വരാൻ പോകുന്ന ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അതേസമയം വിഷു പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തി മികച്ച അഭിപ്രായങ്ങൾ നേടി വിഷു വിന്നറായി മാറിയ ആലപ്പുഴ ജിംഖാന എന്ന നസ്ലിൻ നായകനെത്തിയ തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്ത സിനിമയുടെ ഏറ്റവും പുതിയ കേരള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ 10ാം ദിവസമായി ഇന്നലെ മാത്രം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 2 കോടിയോളം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇതോടെ ആദ്യ 9 ദിവസം കൊണ്ട് 25 കോടി 60 ലക്ഷം ഗ്രോസ് കളക്ഷൻ കേരള ബോക്സ് ഓഫീസിൽ നേടിയ സിനിമ 10ാം ദിവസമായി ഇന്നലത്തെ കളക്ഷനോടെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 27 കോടി 60 ലക്ഷത്തിലേക്ക് എത്തപ്പെടുന്നതാണ്. അതേസമയം ആദ്യ 9 ദിവസം കൊണ്ട് 43 കോടിയിലേക്ക് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ എത്തപ്പെട്ട സിനിമ 10ാം ദിവസമായി ഇന്നലത്തെ കളക്ഷനോടെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 45 കോടി 46 കോടിയിലേക്കും എത്തപ്പെടുന്നതാണ്. 11ാം ദിവസമായി ഇന്ന് ഈസ്റ്റർ ദിനത്തിൽ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 50 കോടിയിലേക്കും എത്തപ്പെടുന്നതാണ്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ വരാൻ പോകുന്ന ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ ഈദ് പ്രമാണിച്ച് കഴിഞ്ഞ മാസം മാർച്ച് മാസം 27-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ മലയാളത്തിലെ ഏറ്റവും വലിയ ബിഗ് ബഡ്ജറ്റ് പാൻ ഇന്ത്യൻ സിനിമയാണല്ലോ. ഇതിനോടകം തന്നെ വൻ ബ്ലോക്ക് ബസ്റ്റർ വിജയമായി മാറിയ L2 എമ്പുരാൻ. നിലവിൽ 24 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന എമ്പുരാൻ എന്ന സിനിമയുടെ 24ാം ദിവസമായി ഇന്നലെ മാത്രം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 15 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇതോടെ ചിത്രത്തിന്റെ ആകെ 24 ദിവസത്തെ കേരള ഗ്രോസ് കളക്ഷൻ 85 കോടി 80 ലക്ഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതേസമയം എമ്പുരാൻ എന്ന സിനിമയുടെ 24ാം ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ചിത്രം ആദ്യ 24 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 262 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അടുത്ത സിനിമ ദളപതി വിജയ് നായകനായി ഈ വർഷം തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ സിനിമ കൂടിയാണല്ലോ സച്ചിൻ. 2005-ൽ തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ ബ്ലോക്ക് ബസ്റ്റർ വിജയമായി മാറിയ സിനിമ ഇപ്പോഴത്തെ ചിത്രം 4K റീമാസ്റ്റർ പതിപ്പിൽ വീണ്ടും റിലീസിനെത്തിയിരിക്കുകയാണ്. ചിത്രത്തിന്റെ ആദ്യ 2 ദിവസത്തെ തമിഴ്നാട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ ആദ്യ ദിനം ചിത്രം തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 2 കോടി 50 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. 2ാം ദിവസമായി ഇന്നലെ ചിത്രം തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം 1 കോടി 50 ലക്ഷവും ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ അങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം 4 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ വരാൻ പോകുന്ന ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടി ഒന്ന് പരിഗണിക്കേണ്ടതാണ്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.